ഐ നോബഡിയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ട്രെയിലർ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. ഒരു റിയാക്ഷൻ വീഡിയോ. നമ്മളെ പൃഥ്വിരാജിൻ്റെ മൂവി ഇറങ്ങാൻ പോവുക. അപ്പം ജൂലൈ 9 ജൂലൈ 3 എന്നൊരു ഡൗട്ട്. അങ്ങനെ ഐ നോബഡി എന്നാണ് സിനിമയുടെ പേര്. നിഷാം ബഷീർ റോഷാക്കിന് ശേഷം ചെയ്യുന്ന പടമാണ്. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഇന്നലെയാണ് വന്നത്. അപ്പം ഇന്നലെ മെനിഞ്ഞാന്നാണ് വന്നത്. അപ്പം ഞാനത് ചെയ്യുക. ഒരു ദിവസം കൊണ്ട് 1 മില്യൺ അടിച്ചിട്ടുണ്ട്. E4 എൻ്റർടൈൻമെൻ്റ് ആണ് അതിൻ്റെ പ്രൊഡക്ഷനും. പിന്നെ നമ്മളെ പൃഥ്വിരാജ് ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ. മലയാളവും തമിഴും തെലുങ്കുവിലാണ് ഇത് ഇറങ്ങുന്ന വെർഷൻ. അപ്പോൾ എന്തായാലും 1 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. ടീസറും അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പം ഞാൻ എന്തായാലും നേരെ റിയാക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. ആഡാണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ വരും. ഈ ആഡ് വൻ പ്രശ്നമാണ്. തുടങ്ങി. രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ, എല്ലാരും കൂടെ അധ്വാനിച്ചു. രാജു സ്വന്തം വിളിപ്പേരാണ്. അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതിക്ക് ഞാകത മോനെ ഒരു രക്ഷയില്ല കേട്ടോ. രാജീവ് സാറല്ലേ? സാർ SP ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു. രാജീവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB വീട്ടിലോ? അവിടെ തന്നെ. പിന്നെ അങ്ങനെ രാജീവൻ ISFC ബാങ്കിൽ പോയത്? മോനെ റോബറി. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാർ പെട്ടുപോലോ. വിഷയം എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. ഓ വാട്ട ഡയലോഗ്, അടിപൊളി ഡയലോഗ്. ഐ നോബഡി. എന്നിട്ട് ആ ഡോർ ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? അശോകൻ ഓഫീസിൽ ഓക്കെ, പരാതിയില്ല. വീട്ടിൽ കയറാൻ വന്നു. പ്രൊഡ്യൂസ്ഡ് ബൈ എ ബഞ്ച് ഓഫ് നോബഡി. മോനെ വിഷയം കേട്ടോ. എഡിറ്റഡ് ബൈ എ നോബഡി. എല്ലാം നോബഡി. ജയകൃഷ്ണനാണ് മ്യൂസിക്. ഇത് മ്യൂസിക് ഫ്രം എ നോബഡി. എല്ലാം നോബഡിയാണ്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. ഓ അഭിനയം പാർവതി. രാജീവനൊരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അതിനോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഓ വൈറ്റ് പൊളിക്കും. ഇപ്പൊ ജീവനോടില്ല. ജൂലൈ 9 തിയേറ്ററിൽ. ഓ മോനെ ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ കേട്ടാ, ഒന്നും പറയാനില്ല. തകർത്തിട്ടുണ്ട്. ജൂലൈ 9 പടം റിലീസിനെത്തുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളെ സുപ്രിയ മേനോനും ഉണ്ടെന്ന് തോന്നുന്നു, പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷനും ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റാണ് പറയാൻ പറ്റില്ല. പൃഥ്വിരാജ് പാർവതി തിരുത്തുവത്താണ് നടി. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണെന്ന് തോന്നുന്നു. ഇതിൽ കാണിച്ചത് വെച്ച് നല്ല തകർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും മാസമായിരിക്കും. രക്ഷയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇനി വലിയ ഇതൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ വലിയ ദിവസങ്ങളും ഇല്ല. 20 ദിവസത്തിന് പടം ഇറങ്ങും. അപ്പം എന്തായാലും അതൊന്ന് കാണണം. മിക്കവാറും പൊളിക്കും. റോഷാക്കിന് ശേഷം വരുന്ന പടവും കൂടെ ആകുമ്പം അതിൻ്റേതായ ഇതുണ്ട്. പിന്നെ JX ബിജുവിൻ്റെ മ്യൂസിക് അത് അതിൽ കാണുന്നുമുണ്ട്. നമുക്കറിയാം പൊളിക്കും. മിക്കവാറും JX ബിജു ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇതായിരിക്കും. ഇതൊരു റോബറി ബേസ്ഡ് ചെയ്ത് പോകുന്ന കഥയാണ്. അതിനുശേഷം അതിൻ്റേതായുള്ള സംബന്ധമായിട്ടുള്ള കാര്യം കുറേ പേരുണ്ട്. അശോകനൊക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇൻസൈഡ് റിപ്പോർട്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് നല്ല എടുത്തു പറയേണ്ട കാര്യമാണ്. അടിപൊളി ഫൈറ്റാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് ഓവറോൾ എല്ലാം അടിച്ചുപൊളിയായിരിക്കും. എന്തായാലും
സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും പൊളിക്കുമെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ട്രെയിലറും പൊളിച്ചിട്ടുണ്ട്, ടീസറും പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. പൃഥ്വിരാജിൻ്റെ അഭിനയമാണെങ്കിലും പൊളി. പിന്നെ കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. കാരണം എല്ലാ സ്ഥലത്തും ഫൈറ്റ് നമുക്ക് ഓരോ സീക്വൻസിലും കാണാം. ഇവിടെ മുറിവ്, ഇവിടെ മുറിവ്, ഇവിടെ മുറിവ്, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ നമുക്ക് ബാക്കി സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ബാക്കി സിനിമറ്റോഗ്രാഫിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. നിശാം ബഷീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മമ്മൂട്ടിയെ റോഷാക്ക് മോനെ ഒരു വല്ലാത്ത ഡിഫറെൻറ്റ് പടമായിരുന്നു അത്. അതെടുത്ത് വെച്ച ആളാണ്. അപ്പോൾ എന്തായാലും ഇതും തകർക്കുമായിരിക്കും. അതിനുശേഷം വരുന്ന പടം അപ്പോൾ എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടമായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും ജൂലൈ 9 ടിക്കറ്റ് എടുത്ത് കണ്ടുവെക്ക്. അപ്പോൾ ബാക്കി അറിയാം. ഞാൻ ഒന്ന് റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എങ്ങനെയുണ്ട് ട്രെയിലറിൻ്റെ അഭിപ്രായം എല്ലാം നിങ്ങൾ അറിയിക്കുക. ടീസർ കണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.